എന്തെല്ലാന്ന് ഇന്ന് വാവായ കൊണ്ട് കുളിച്ച് സുന്ദരക്കുട്ടപ്പനായി. അങ്ങനെ ക്ഷേത്രത്തിലെത്തുമ്പോഴേക്കും അവിടെ പരിപാടി തുടങ്ങുന്നേ ഉള്ളൂ. ഞാനന്ന് വീട്ടിന്റെ ബാക്കിൽ നിന്ന് വിളിക്കുന്നു കോയിനെ കൊണ്ടുവന്നിരുന്നു പറഞ്ഞു. നമ്മളെ ഇടയിലുള്ള കർമ്മത്തിന് ഈ കോയിനെ ആവശ്യമുണ്ടേ. അങ്ങനെ നമ്മളെ പൂജ തുടങ്ങിയേ. അത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് പ്രസാദം കൊണ്ടെത്തുന്നത്. അങ്ങനെ സീബാഗുവും ഞാനുള്ള ചന്ദനം തൊട്ട. ഇതാണ് നമ്മളെ ക്ഷേത്രം. നിങ്ങൾ പറയുന്ന വിചാരിക്കും അങ്ങ് കുറെ ദൂരമുണ്ട്. എന്റെ വീട്ടിന്റെ നേരെ ഇപ്പുറത്ത് തന്നെയാണ്. എല്ലാ കൊല്ലത്തെ വാവനും നമ്മളെ ക്ഷേത്രത്തിൽ ഇതേപോലത്തെ പരിപാടി ഉണ്ടായിരുന്നതാണ്. അങ്ങനെ കോയിറവും പൂജയെല്ലാം കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ വന്നിട്ട് ഭക്ഷണം കഴിക്കുന്നതാണ്. എന്നേരം മാളത്തിൽ പാമ്പ് തവളനെ പിടിക്കാതിരിക്കുന്ന പോലെ രണ്ടെണ്ണം ഇരിക്കുന്നത്. എന്നിട്ട് എന്നോട് പറയാ രണ്ടാമത് അറിയാണ്ട് എടുക്കുന്ന പോലെ എടുക്കുക. എന്തെല്ലാം ഉടായിപ്പാന്നല്ലേ. അപ്പോഴേക്കാന്ന് അടുത്ത സാധനം എടുത്തിട്ട് വന്നില്ല. ഇത് കഥകളി ചെയ്യാൻ പോകുന്നൊന്നല്ലേ. ഇവളെ ഓരോരോ കലാവിരുതാന്നേ. സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് വെള്ള തുണി എടുത്ത് വെച്ചാൽ എല്ലാത്ത സ്കെച്ച് കൊണ്ട് കിട്ടിയാന്ന്. ചോദിച്ചു തരാൻ പറയുന്നത് ഇങ്ങനെയാന്ന്. എല്ലാം ഒന്നിനൊന്നിനും വെച്ചാന്ന്. എന്നിട്ട് ആ പ്രശ്നം എല്ലാം കഴിഞ്ഞ് നമ്മൾ പുറത്തിറങ്ങും വന്നേ പായസം വെക്കും. അങ്ങനെ പായസം എല്ലാം ആയിട്ട് നമ്മൾ അകത്ത് വെച്ച് കൊടുത്തിട്ടുണ്ടേ. അത് കഴിഞ്ഞ് അടുക്കള എത്തുമ്പോൾ ചിക്കൻ കറി എല്ലാം ആകുന്നതാണ് കാണുന്നത്. അതെല്ലാം ആയി ഭക്ഷണം കഴിച്ച് നമ്മൾ അച്ഛന്റെ വീട്ടിലേക്ക് പോകാൻ നോക്കുന്നത്. അങ്ങനെ രണ്ടാമതും കുളിച്ച് സുന്ദരക്കുട്ടപ്പനായിനെ. വണ്ടിയിൽ ഞാനും അനിയനും അമ്മയും എല്ലാം കയറിയേ. അങ്ങനെ വീട്ടിലെത്തി നോക്കുമ്പോൾ പണ്ട് മരിച്ചോ എല്ലാവരും ഇവിടെ തന്നെ ഉണ്ട്. വീട്ടിൽ ചെന്ന് കയറുമ്പോൾ തന്നെ അനക്ക് പണി കിട്ടീനെ. ഓർക്കി കൊല താങ്ങൂല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കൊത്തി കൊടുത്തേ. അങ്ങനെ ചായ എല്ലാം കുടിച്ച് പേപ്പർ വെറുതെ നോക്കുമ്പോ അന്ന് ഈ കാഴ്ച കണ്ടേ. ഒരു പേപ്പർ നിറച്ചു ചർമ്മ വരച്ചു കാണും. എന്താല്ലേ അങ്ങനെ നമുക്ക് കീടിയകത്ത് വെച്ച് കൊടുക്കേണ്ട സമയമായിനെ. ഇത് കണ്ട പേർക്ക് ഒരു പഞ്ചായത്ത് മൊത്തം ഉണ്ട്. അങ്ങനെയൊന്നുമില്ലേ, നമ്മളെ കുടുംബക്കാർ മാത്രമേ ഉള്ളൂ. അങ്ങനെ ഭക്ഷണം എല്ലാം കഴിച്ചിരിക്കുമ്പോൾ അന്ന് അനിയത്തിയോടി വന്നിട്ട് പറഞ്ഞ യൂട്യൂബ് എടുക്കുമ്പോൾ ഫസ്റ്റ് തന്നെ ഏട്ടന്റെ വീഡിയോ അല്ല. അതെല്ലാം കണ്ടിട്ട് തന്നെ നമ്മൾ ചാർജ് ആയേ. അങ്ങനെ അകത്ത് വെച്ച് കൊടുത്ത കള്ള് തുല്യമായിട്ട് വീതിച്ചാണ് നിങ്ങളീ കാണും. ഇതിന്റെ അകത്ത് റൗണ്ട്സ് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഇല്ല കേട്ടോ. അതെല്ലാം കഴിഞ്ഞ് നമ്മൾ ലേറ്റ് ആക്കാണ്ട് വീട്ടിലേക്ക് വിട്ടു. അങ്ങനെ വീട്ടിലെത്തി ഉറക്കം വന്നേരം ഞാൻ ഇറങ്ങി.